إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ. അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യാം എന്നാരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ, അതാണ് അവൻ്റെ വിശ്വാസമെങ്കിൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അവന് യാതൊരു സ്ഥാനവുമില്ല. നോക്കൂ സഹോദരങ്ങളെ, ഖുർആനിൽ ഒരുപാടിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം പ്രാർത്ഥിക്കാനും അത് കൽപ്പിക്കുകയും അതിനേറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഓ നബിയെ പറയുക, നിങ്ങളുടെ റബ്ബ് അവനോട് ദുആ ചെയ്താൽ ഇസ്തജിബ് ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യാതെ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് നിന്ദ്യമായ നിലയിൽ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. അവനോട് പ്രാർത്ഥിക്കാതെ അഹങ്കാരം നടിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ അവന് പുറമെ മറ്റുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്നവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്നുള്ളത് അവൻ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യുന്നവനാണ്. അവൻ പറഞ്ഞു, ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, തീർച്ചയായും എൻ്റെ റബ്ബ് അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമ്പിയാക്കളിൽ ചിലരുടെ വാചകങ്ങളായി ഖുർആനിൽ പറയുന്നത് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അല്ലാഹു തആലയോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് വേണ്ടി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഓ നബിയെ, താങ്കളോട് എൻ്റെ അടിമകൾ അല്ലാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ, റബ്ബിനെ കുറിച്ച് ചോദിച്ചാൽ താങ്കൾ പറയേണ്ടത് ഫഇന്നി ഖരീബുൻ, ഞാൻ ഏറെ സമീപസ്ഥനാണ് എന്ന് തന്നെ പറയണം. ഞാൻ വിദൂരത്തല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് കൊണ്ട് അവൻ അടിമകളോടൊപ്പം തന്നെയുണ്ട്. ഏഴാകാശത്തിന് മുകളിലാണ് അവൻ ആരോഹിതനായിട്ടുള്ളതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് കൊണ്ട് അടിമകളോടൊപ്പമുണ്ട്. ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഈ ദീൻ ശിരസ വഹിച്ചുകൊണ്ട് അവർ നിലകൊള്ളട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ വിജയികളായേക്കാം, അവർ സന്മാർഗം പ്രാപിച്ചേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അതിൻ്റെ മര്യാദ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഉദ്ഉ റബ്ബക്കും തദറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തദറുആയിക്കൊണ്ട്, നിങ്ങൾ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കണം. വഖുഫിയ, രഹസ്യമാക്കിക്കൊണ്ട് പതുക്കെയാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പരിധി വിടുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, കാര്യങ്ങളെല്ലാം നേരെയാക്കിയതിനു ശേഷം ഭൂമിയിൽ പിന്നീട് നിങ്ങൾ കുഴപ്പങ്ങൾ അഴിച്ചുവിടരുത്. വദ്ഉഹും ഖൗഫൻ വ തമഅ, നിങ്ങൾ ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അത് അടുത്തു തന്നെയുണ്ട് എന്ന് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഖുർആൻ ഒരു ആവർത്തി വായിച്ച് തീരുന്നതിന് മുമ്പ് നമുക്ക് എത്ര പ്രാവശ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ദുആ ചെയ്യാൻ കൽപ്പിക്കുന്നതും
അവന്റെ അമ്പിയാക്കൾ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്തിരുന്നുള്ളൂ എന്നറിയിക്കുന്നതുമായ സൂക്തങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് നിരവധിയാണ്. അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥനകൾ അവന്റെ പടപ്പുകളിൽ ആരോടെങ്കിലും ചെയ്യാമെന്ന് പറയുന്ന, അതല്ലെങ്കിൽ അതിന് സൂചന നൽകുന്ന ഒരു കാര്യം പോലും ഖുർആനിൽ 6000-ൽ പരം വരുന്ന സൂക്തങ്ങളിൽ, ആയത്തുകളിൽ ഇല്ല എന്നുള്ളത് ഖുർആൻ ഒരാവർത്തി വായിക്കുന്ന ആളുകൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ലൈസ ശൈഉൻ അക്റമു അലല്ലാഹി തആല മിനദ് ദുആ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ ആദരവുള്ള ഒരു കാര്യം ദുആയെ പോലെ മറ്റൊന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാം അല്ലാഹുവിനോട് ചെയ്യുന്ന ഇബാദത്തുകളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ ആദരവുള്ള ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ള കാര്യം. അല്ല, അല്ലാഹു തആലയോട് ദുആ ചെയ്യാത്തവരെ അവൻ ഇഷ്ടപ്പെടുന്നത് പോലുമില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു മൻ ലം യസ്അലില്ലാഹ് യഗ്ളബ് അലൈഹി. ആര് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വെറുക്കുന്നതാണ് എന്ന് തന്നെ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതെല്ലാം സഹോദരങ്ങളെ ദുആ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ദുആ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അറിയിക്കുന്ന ഏതാനും ചില തെളിവുകളാണ്. നാം എല്ലാം ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ സഹോദരങ്ങളെ, ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ദുആ ചെയ്താൽ പോരാ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, ഞാൻ ദുആക്ക് ഉത്തരം കിട്ടുന്ന കാര്യത്തിലല്ല എനിക്ക് വേവലാതിയുള്ളത്, ദുആ ശരിയാകുക എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് വേവലാതിയുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. ദുആക്ക് ഉത്തരം നൽകുമെന്നുള്ളത് വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നുള്ളത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ദുആ ചെയ്ത ഉത്തരം ചെയ്തിരിക്കും, അതിൽ യാതൊരു സംശയവും നമുക്കുണ്ടാകാൻ പാടില്ല. പക്ഷെ എന്റെ വേവലാതി എന്ന് പറയുന്നത്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ദുആകൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായി തീരുമോ, അതല്ലെങ്കിൽ മര്യാദകേട് കൊണ്ട് അതിന് ഉത്തരം നൽകുന്നത് വൈകിപ്പോകുമോ എന്നുള്ള ഭയമാണ്. അങ്ങനെയുള്ള വേവലാതികൾ മാത്രമാണ് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിൽ ദുആക്ക് ഉത്തരം കിട്ടാൻ, പെട്ടെന്ന് ഉത്തരം കിട്ടാൻ പാലിച്ചിരിക്കേണ്ട മര്യാദകളും അതിന്റെ വളരെ സുപ്രധാനമായ ഘടകങ്ങളുമെല്ലാം ഒരുമിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇദാ ജമഅ മഅ ദുആ, ദുആ ചെയ്യുന്ന ഒരു വ്യക്തി അവന്റെ ദുആയോടൊപ്പം അവൻ ഒരുമിപ്പിച്ചാൽ, ഇനി ശേഷം 14ഓളം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമതായി പറഞ്ഞത് ഹുളൂറൽ ഖൽബി വജംഇയതുഹു ബികുല്ലിയതിഹി അലൽ മത്ലൂബ്. അവൻ ദുആ ചെയ്യുന്ന സമയത്ത് അവന്റെ മനസാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്, മനസാന്നിധ്യത്തോടു കൂടി ദുആ ചെയ്യേണ്ടതുണ്ട്. തേടുന്ന കാര്യം പൂർണ്ണമായി മനസ്സിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ശേഷം അദ്ദേഹം പറയുന്നു, വസാദഫ വഖ്തൻ മിൻ ഔഖാത്തിൽ ഇജാബത്തി സിത്ത. ദുആക്ക് ഉത്തരം കിട്ടുന്ന 6 സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭത്തിനോട് യോജിക്കുവാനും അവൻ പ്രത്യേകം പരിശ്രമിക്കണം. വഹിയ, അദ്ദേഹം 6 സന്ദർഭങ്ങൾ പറയുകയാണ്. അസ്സുലുസുൽ അഖീരി മിനൽ ലൈൽ, രാത്രിയുടെ അവസാന 1/3 ബാക്കിയുണ്ടാകുന്ന സമയം. വഇൻദൽ ആദാൻ, ബാങ്ക് കഴിയുന്നതിനുടനെ. വബൈനൽ ആദാനി വൽ ഇഖാം, ബാങ്കിനും ഇഖാമത്തിനുമിടയിൽ. വഅദ്ബാരി സ്വലവാത്തിൽ മക്തൂബ, 5 നേരത്തെ നിർബന്ധ നിസ്കാരത്തിന്റെ ഒടുവിൽ. വഇൻദ സുഊദിൽ ഇമാമി യൗമൽ ജുംഅതി അലൽ മിംബരി ഹത്താ തുഖ്ല സ്വലാ, വെള്ളിയാഴ്ച ദിവസം ഇമാം മിംബറിൽ കയറിയത് മുതൽ ജുംഅ നിസ്കാരം പൂർത്തീകരിക്കുന്നതുവരെ. വആഖിറു സഅത്തിൻ ബഅദൽ അസ്ർ, അതേപോലെ തന്നെ ആ ദിവസം തന്നെ അസറിന്റെ അവസാനം അഥവാ വെള്ളിയാഴ്ചയുടെ അവസാന സമയത്ത്, അസറിന് ശേഷമുള്ള സമയത്തും ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് വസാദഫ ഖുശൂഅൻ ഫിൽ ഖൽബി വൻകിസാറൻ ബൈന യദൈ റബ്ബി വദുല്ലൻ ലഹു വതദറുഅൻ വരിഖ. അല്ലാഹുവിന്റെ മുമ്പിൽ മനസ്സ് തകർന്ന നിലയിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ താഴ്മയിലും വിനയത്തോടു കൂടിയും അള്ളാഹുവിനോട് അടുപ്പത്തോടു കൂടിയും, അള്ളാഹു നമുക്ക് അടുപ്പമുണ്ട്, അള്ളാഹു അടുത്തവനാണ്, കേൾക്കുന്നവനാണ് എന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നാലാമതായി അദ്ദേഹം പറഞ്ഞത് വസ്തഖ്ബല ദാഇയൽ ഖിബ്ല, പ്രാർത്ഥിക്കുന്നവൻ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട്. വകാന അല തഹാറ, ശുദ്ധിയോടുകൂടി. വറഫ യദൈഹി ഇല സമാ, ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്. വബദഅ ബിഹംദില്ലാഹി വസ്സനാഇ അലൈഹി, ഹംദും അതേപോലെ തന്നെ അല്ലാഹുവിനെ പുകഴ്ത്തുന്ന സനാഅകളുമെല്ലാം പറഞ്ഞുകൊണ്ട്. സുമ്മ സന്ന ബിസ്സലാത്തി അലാ മുഹമ്മദിൻ അബ്ദിഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്. സുമ്മ ഖദ്ദമ ബൈന യദൈ ഹാജതിഹി അത്തൗബത്തു വൽ ഇസ്തിഗ്ഫാർ,
തൗബയും ഇസ്തിഗ്ഫാറുമെല്ലാം വർദ്ധിപ്പിച്ച് പാപങ്ങൾ ഒരു തടസ്സമായി തീരാതിരിക്കാൻ അങ്ങനെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ثم دخل على الله وألح عليه في المسألة وتملقه അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാര്യങ്ങൾ ആവർത്തിച്ച് ഒരാവശ്യക്കാരനെ പോലെ തന്നെ പറയുകയും ഉത്തരം കിട്ടാൻ തിടുക്കം കാണിക്കാതിരിക്കുകയും അഥവാ തിരക്ക് കൂട്ടാതിരിക്കുകയും എല്ലാം ഇതിന്റെ ഭാഗങ്ങളാണ്. വദുആഹു റഗ്ബതൻ വറഹ്മ വദഅഹു റഗ്ബതൻ വറഹ്മ അവൻ പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും പ്രാർത്ഥിക്കണം. വതവസ്സല ഇലൈഹി ബിഅസ്മാഇഹി വസിഫാതിഹി വതൗഹീദി അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളും തൗഹീദും അതിനെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യണം. വഖദ്ദമ ബൈന യദൈ ദുആഹു സദഖ ദുആ ഉത്തരം കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം, സദഖ ചെയ്യണം. വലാ സിയമ ഇൻ സാദഫൽ അദ്ഇയ അല്ലതി ഇഖ്താറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാ മദിനത്തുൽ ഇജാബ ഔ അന്നഹാ മുതളമ്മിനത്തുൻ ലിൽ ഇസ്മിൽ ആളം. ഇതോടൊപ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസിലുള്ള പ്രാർത്ഥനകൾ കൂടിയാണെങ്കിൽ അദ്ദേഹം പറയുകയാണ് ഇത്തരത്തിലുള്ള ദുആ അത് തള്ളപ്പെടാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ദുആയാണ് എന്നാണ് സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ദുആ ചെയ്യുന്ന ആളുകൾ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന വേവലാതിയുള്ള ആളുകൾ നമ്മൾ നമ്മുടെ ദുആകൾ പുനഃപരിശോധിക്കട്ടെ. നമ്മുടെ ദുആകൾ പുനഃപരിശോധിക്കണം. ഈ രൂപത്തിലുള്ള അതിൻ്റെ നിബന്ധനകളും മര്യാദകളും ഒക്കെ നമ്മുടെ ദുആയിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ദുആ ചെയ്യുന്നുണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് ഒരുപാട് ആളുകൾക്കുള്ള പരാതി തന്നെയാണ്. അതുകൊണ്ട് ആദ്യം അവന്റെ ദുആയുടെ വിഷയത്തിൽ അവനൊന്ന് പരിശോധിക്കേണ്ടതില്ലേ? ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകാര്യ യോഗ്യമാകുന്ന രൂപത്തിൽ തന്നെയാണ് അള്ളാഹുവിനോട് ഞാൻ അർപ്പിക്കുന്നത് എന്നവൻ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ഒന്നാമതായി പറഞ്ഞത് ഹുളൂറുൽ ഖൽബിനെ കുറിച്ചാണ്. ഹൃദയ സാന്നിധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ എന്താണോ തേടുന്നത് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. അഥവാ അശ്രദ്ധയോടുകൂടിയുള്ള ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായി തീരുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത് ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് നിങ്ങൾ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ ഉത്തരം കിട്ടുമെന്ന യഖീനോട് കൂടിയാണ്, ദൃഢവിശ്വാസത്തോടു കൂടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തരാൻ കഴിയാത്തതായ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദുആ അത് അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു അതിന് ഉത്തരം ചെയ്യും എന്ന ദൃഢവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ അള്ളാഹുവിന് ഇത് ചെയ്യാൻ സാധിക്കുകയില്ല, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇത് അള്ളാഹു ചെയ്തു തരുന്നതാണ്, അവനതെല്ലാം കഴിവുള്ളവനാണ് എന്ന സഹോദരങ്ങളെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ അശ്രദ്ധയിലുള്ള ഒരു ദുആ, അശ്രദ്ധയിലുള്ള ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ദീർഘമായി ദുആ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ ചിന്തകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നത് പതിവാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധയോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടുകൂടി ചോദിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഹൃദയ സാന്നിധ്യത്തിൽ നിന്നും തെറ്റി എന്നുള്ളതിന്റെ അടയാളമാണ് ഒരാൾ ദുആ ചെയ്യുന്ന സമയത്ത് അവൻ അശ്രദ്ധനായിക്കൊണ്ട് പല കാര്യങ്ങളും അവന്റെ കൈകാലുകൾ കൊണ്ട് ചെയ്യുക എന്നുള്ളത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ കാണുകയാണ്, അദ്ദേഹം ഒരു വ്യക്തി ദുആ ചെയ്യുന്നുണ്ട്, ഒപ്പം ഇതാ അവിടെയുള്ള ചരൽ കല്ലുകൾ, നമുക്കറിയാമല്ലോ പഴയ കാലത്ത് മസ്ജിദുകളിൽ ചരൽ കല്ലുകളൊക്കെ ഉണ്ടാകും. ആ ചരൽ കല്ലുകൾ എടുത്തുകൊണ്ട് അയാൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഒരു വേള അദ്ദേഹം അതിനോടൊപ്പം തന്നെ ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ചോദിച്ചു, അല അൽഖൈതൽ ഹസാദ് വഅഖ്ലസ്ത ഇലല്ലാഹി ദുആ, നിനക്ക് ആ കല്ലുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ദുആയിൽ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തുകൂടെ? അല്ലാഹുവിനോട് ഇഖ്ലാസോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്തുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മഹാനായ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം ഇത് വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊരു കല്ലിനെ കാണാൻ സാധിക്കും. കല്ലിന് പകരം ആളുകൾ അശ്രദ്ധയിലാക്കി തീർക്കുന്ന മറ്റൊരു കാര്യം അവരുടെ കയ്യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇന്നത്തെ മൊബൈൽ ഫോണുകളാണ്. പലരും ദുആ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ദിക്റുകൾ എടുക്കുന്ന സമയത്ത് ഇത്തരം മൊബൈലിലൂടെ പലപ്പോഴും പല അശ്രദ്ധയിലുമായിക്കൊണ്ടാണ് ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഓഫാക്കി വെച്ചുകൊണ്ട് നിനക്ക് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തുകൂടെ എന്നാണ് ഇന്ന് ചോദിക്കാൻ തോന്നുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒന്നാമതായി പറഞ്ഞ കാര്യം ഹുളൂറുൽ ഖൽബ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. പ്രത്യേകിച്ചും അറബിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം.
യാന്ത്രികമായ പ്രാർത്ഥനകൾ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാതെ പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ദുആ ചെയ്യുന്ന സമയത്ത് ഹൃദയ സാന്നിധ്യം ഉണ്ടാകുക. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് തഹരി ഔഖാത്തുൽ ഇജാബ, അഥവാ ദുആക്ക് ഉത്തരം ചെയ്യുന്ന സമയങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, എല്ലാ സമയത്ത് ദുആ ചെയ്താലും അല്ലാഹു തആല ഉത്തരം ചെയ്യും. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ദുആക്ക് ഉത്തരം ചെയ്യുന്നവനാണ് നമ്മുടെ റബ്ബ്. പക്ഷേ അടിമകൾക്ക് ചില പ്രത്യേക സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നവന് പ്രത്യേകമായ പരിഗണന റബ്ബിന്റെ അടുക്കലുണ്ട്. ആ സമയം പ്രത്യേകമായി തേടിക്കൊണ്ട്, ആ സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, കാത്തിരുന്നുകൊണ്ട് ആ സമയം ദുആക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരുവൻ, അവന് പ്രത്യേകമായ പരിഗണന റബ്ബിന്റെ അടുക്കലുണ്ട്. അതിൽപ്പെട്ട 6 സമയങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ സമയങ്ങൾ സഹോദരങ്ങളെ നമ്മൾ പരമാവധി മുതലെടുക്കുക. പ്രത്യേകിച്ചും സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചാൽ രാത്രിയുടെ 1/3 ഭാഗമുണ്ടാകുന്ന ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ അല്ലാഹു തആല ഇത് പ്രത്യേകമായി അതിനുത്തരം നൽകുമെന്നുള്ളത് ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ ദുആ ചെയ്തുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. ഇത് സഹോദരങ്ങളെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള ദുആക്ക് പുറമേയുള്ള കാര്യമാണ്. ബാങ്ക് കഴിഞ്ഞ ഉടനെ ഒരു ദുആയുണ്ട്. അതേപോലെ തന്നെ 5 നേരത്തെ നിർബന്ധ നിസ്കാരം അതിന്റെ അവസാനത്തിൽ സലാം മുട്ടുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ദുആ ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉത്തരം ചെയ്യുന്ന ഒരു സമയമാണ്. ബാക്കിയുള്ള സമയങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ, അല്ലാഹുവിന്റെ അടുക്കൽ നാം കതകിന് മുട്ടുന്നത് പോലെ പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ ആ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായി കാര്യം അദ്ദേഹം പറഞ്ഞത് ഖുശൂഉൽ ഖൽബി വൻകിസാറുഹു ബൈന റബ്ബിഹി അസ്സ വജൽ ദുല്ലൻ വതദറുഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭയഭക്തിയോടുകൂടി, മനസ്സ് തകർന്ന നിലയിൽ താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി, അടുപ്പത്തോടുകൂടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അത് അല്ലാഹു തആല പ്രത്യേകം പരിഗണിക്കുന്നതാണ്. നമുക്കൊരാവശ്യവും ഇല്ലാത്തതുപോലെ ദുആ ചെയ്യരുത്. നമ്മളിതാ മുങ്ങി മരിക്കുന്ന ഒരുവൻ എങ്ങനെയാണ് ഒരു രക്ഷകനെ കിട്ടാൻ വേണ്ടി കേണി യാചിക്കുന്നത്, അതുപോലെ ദുആ ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്ന ഒരു ഫഖീർ, അവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി എത്ര കേണുകൊണ്ടായിരിക്കും അവൻ മറ്റൊരാളെ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, തേടുന്നത്. ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത് വിനയത്തോടുകൂടിയും അതേപോലെ തന്നെ രഹസ്യമാക്കിക്കൊണ്ടുമാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ പരിധി വിട്ടവരുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വേളയിൽ ഒരുപാട് ആളുകൾ ഉച്ചത്തിൽ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ അവരോട് പറഞ്ഞു, ഇർബൗ അലാ അൻഫുസിക്കും, നിങ്ങൾ സൗമ്യത കാണിക്കുക. ദുആയുടെ വിഷയത്തിലും പരിധി വിടാൻ പാടില്ല, സൗമ്യത കാണിക്കുക. ഇന്നക്കും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ. നിങ്ങൾ ഒരിക്കലും തന്നെ കേൾക്കാത്ത ഒരുവനെയോ അതല്ലെങ്കിൽ ഹാജരില്ലാത്ത, ഇതൊന്നും അറിയാത്ത ഒരുവനോടോ അല്ല നിങ്ങൾ ചോദിക്കുന്നത്. ഇന്നക്കും തദ്ഊന സമീഅൻ ഖരീബൻ വഹുവ മഅകും. എല്ലാം കേൾക്കുന്ന, നിങ്ങളോട് അടുത്ത് തന്നെയുള്ള, നിങ്ങളോടൊപ്പമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത് എന്നാണ്. സഹോദരങ്ങളെ, ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുപാട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അങ്ങനെയല്ല. ഹൃദയം തകർന്ന ഒരാൾ, ഒരാവശ്യം ഹൃദയം തകർന്ന ഒരാൾ ഭയഭക്തിയോടുകൂടി ദുആ ചെയ്യുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യേണ്ടത്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹദീസ് വിശദീകരിച്ചിട്ട്, ഫീഹി കറാഹിയത്തു റഫ്ഇ സൗതി ബിദ്ദുആഇ വദ്ദിക്ർ. ദുആ കൊണ്ടും ദിക്ർ കൊണ്ടും ഉച്ചത്തിൽ ദുആ ചെയ്യുക, ഉച്ചത്തിൽ ദിക്ർ ചൊല്ലുക എന്നുള്ളത് അതിൽ കറാഹത്തുണ്ട്, വെറുക്കപ്പെട്ടതാണ്. വബിഹി ഖാല ആമ്മത്തു സലഫി മിനസ് സഹാബത്തി വത്താബിഈൻ. അദ്ദേഹം പറയുകയാണ്, മുൻഗാമികളിൽപ്പെട്ട സ്വഹാബികളും താബിഈങ്ങളും എല്ലാം തന്നെ ഇപ്രകാരമാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. മഹാനായ ഹാഫിദ് നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസ് അദ്ദേഹം ഒരു തലക്കെട്ടിന്റെ കീഴിലാണ് കൊടുത്തത്. ആ തലക്കെട്ട് ഇപ്രകാരമാണ്: ഇസ്തിഹ്ബാബു ഖഫ്ലി സൗതി ബിദ്ദിക്രി ഇല്ല ഫിൽ മവാദിഇ അല്ലതി വറദ അശ്ശർഉ ബിറഫ്ഇഹി ഫിഹാ. ശരീഅത്തിൽ ദുആ പ്രത്യേകം ഉച്ചത്തിൽ ചൊല്ലാം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലല്ലാതെ ദുആ ഉച്ചത്തിൽ ചൊല്ലാതിരിക്കലാണ് നല്ലത്. അതാണ് മുസ്തഹബ്, അഥവാ ദുആയുടെ അടിസ്ഥാനം. സഹോദരങ്ങളെ, ഇത് പതുക്കെ രഹസ്യമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക എന്നുള്ളതാണ്. ഹൃദയം പൊട്ടിയ നിലയിൽ ആവശ്യക്കാരനാണ് എന്ന് അല്ലാഹു തആലയോട് നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ദുആ ചെയ്യേണ്ടതുണ്ട് എന്ന് സാരം. നാലാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇസ്തിഖ്ബാലുൽ ഖിബ്ലയ. ഖിബ്ലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മനസ്സിലാക്കുക, ഖിബ്ലയിലേക്ക് നേരെ തിരിഞ്ഞ് ദുആ ചെയ്യുക എന്നുള്ളത് ദുആ സ്വീകരിക്കപ്പെടാനുള്ള ഒരു ഷർത്തല്ല, നിബന്ധനയല്ല. ഖിബ്ലക്ക് നേരെ അല്ലാതെ ദുആ ചെയ്താലും അല്ലാഹു ദുആ സ്വീകരിക്കും, തടയുകയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള പ്രത്യേകമായ സന്ദർഭങ്ങളിലെല്ലാം
ഖിബിലക്ക് നേരെ ദുആ ചെയ്തതായി, ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്തതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഖിബിലക്ക് നേരെ തിരിഞ്ഞ് ദുആ ചെയ്യുക എന്നുള്ളത് അത് മുസ്തഹബാണ്, പുണ്യകരമായ കാര്യമാണ് എന്നാണ്. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന സമയത്ത് ഖിബിലക്ക് നേരെ തിരിഞ്ഞിരുന്നു എന്നുള്ളത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അഞ്ചാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞത് അത്തഹാറത്തു ഇൻദ ദുആ, ദുആ ചെയ്യുന്ന സമയത്ത് ശുദ്ധിയോടുകൂടിയായിരിക്കുക എന്നുള്ളതാണ്. അഥവാ ഇതും സഹോദരങ്ങളെ നിബന്ധനയായിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ ദുആയുടെ ഒരു മര്യാദയിൽപ്പെട്ടതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാനിരിക്കുന്ന സമയത്ത് ചെറുതും വലുതുമായ എല്ലാ അശുദ്ധിയിൽ നിന്നും ശുദ്ധമായിക്കൊണ്ട് വുളൂ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഇതും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവൃത്തിയിൽ നിന്നാണ് പണ്ഡിതന്മാർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ അദ്ദേഹം അവിടുത്തോട് സലാം പറയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ സലാം മടക്കിയില്ല, അവിടുന്ന് വുളൂ ചെയ്യുകയായിരുന്നു. വുളൂ ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം ആ വ്യക്തിക്ക് സലാം മടക്കുകയാണ്. ശേഷം അവിടുന്ന് പറഞ്ഞു, ഞാൻ തഹാറത്തില്ലാത്ത അവസ്ഥയിൽ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നത് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, തഹാറത്തില്ലാത്ത സമയത്ത് സലാം മടക്കുന്നത് നിഷിദ്ധമായ കാര്യമല്ല, അതല്ലെങ്കിൽ ദുആ ചെയ്യുന്നത് പാടില്ലാത്തൊരു കാര്യമല്ല, മറിച്ച് ഒരു അദബിന്റെ കാര്യത്തിലാണ്, ഒരു മര്യാദയുടെ കാര്യത്തിലാണ് പണ്ഡിതന്മാർ ഇതിനെണ്ണിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള, അതല്ലെങ്കിൽ അത് തടസ്സപ്പെട്ടു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ആറാമതായി അദ്ദേഹം പറഞ്ഞത് റഫ്ഉൽ യദൈനി ഇൻദ ദുആ, ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തുക എന്നുള്ളതാണ്. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനാണ്, ഉദാരനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈ അൻ യറുദ്ദഹുമാ സിഫ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇരു കരങ്ങളും കൈ ഉയർത്തിക്കൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ സംഭൂജനാക്കിക്കൊണ്ട് അവനെ മടക്കുക, ഒന്നും നൽകാതെ മടക്കുക എന്നുള്ളതിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഒരു മര്യാദയിൽപ്പെട്ട കാര്യമാണ് നമ്മുടെ കരങ്ങൾ ഉയർത്തുക എന്നുള്ളത്. അത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് രണ്ട് രൂപങ്ങളാണ്. ഒന്നുകിൽ നമ്മുടെ കൈവെള്ള ആകാശത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ കൈകൾ ഉയർത്തുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ കൈവെള്ള രണ്ട് കൈകളും അത് മുഖത്തേക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഇത് സഹോദരങ്ങളെ ഒരു വിനയത്തിന്റെ രൂപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്ന ആവശ്യക്കാരന്റെ ഒരു രൂപമാണ് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്നും ഇഷ്ടപ്പെടുന്ന കാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ദുആ ചെയ്തതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സംഭവം ബദറിൽ വെച്ചാണ്. അദ്ദേഹം പറയാൻ, ഫമാ സാല യഹ്തിഫു ബിറബ്ബിഹി മാദ്ദൻ യദൈ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ്. ഹത്താ സഖത റിദാഉഹു അൻ മൻകിബൈ, അവിടുത്തെ ഇരു കരങ്ങളിൽ നിന്നും ആ മേൽമുണ്ട് താഴെ വീഴുവോളം അവിടുന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃക നമ്മുടെ ദുആയിൽ ഉണ്ടാകട്ടെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർഫഉ യദൈഹി ഫി ദുആ ഹത്താ യുറാ ബയാദു ഇബ്തൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കരങ്ങളും ഉയർത്തി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ കക്ഷത്തിന്റെ വെള്ള കാണുവോളം അവിടുന്ന് കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നാണ്. ഇത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരൾച്ചയുള്ള സമയത്ത് മിമ്പറിൽ വെച്ച് ദുആ ചെയ്ത വേളയിലാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം നമ്മെ ഉണർത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദുആക്ക് കൈകൾ ഉയർത്തുക എന്നുള്ളത് നിരുപാധികമായി നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല, മറിച്ച് അവർ മൂന്നായി അതിനെ വേർതിരിച്ചത് കാണാൻ സാധിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും കൈകൾ ഉയർത്തുകയും ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട സന്ദർഭങ്ങളിലാണ്. അവിടെ തീർച്ചയായും അങ്ങനെ കൈകൾ ഉയർത്തുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായ നാം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും കൈകൾ ഉയർത്തിയിട്ടില്ല എന്ന് സ്ഥിരപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കൈകൾ ഉയർത്താതിരിക്കുക എന്നുള്ളതാണ്
സുന്നത്തായിട്ടുള്ളത്. പ്രത്യേകിച്ചും ജുംഅ മിമ്പറുകളിൽ ഇമാം ദുആ ചെയ്യുന്നതായിരിക്കും അതിന്റെ അവസാന ഭാഗത്ത്. ആ സമയത്ത് കൈകൾ ഉയർത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബികളിൽ നിന്നോ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കൈകൾ ഉയർത്തുന്ന ആളുകളെ മുൻഗാമികളിൽ തന്നെ സ്വഹാബികൾ തന്നെ താക്കീത് ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ, വരൾച്ച, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദുആ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് ഇമാം കരങ്ങൾ ഉയർത്തിയാൽ അത് കേൾക്കുന്ന സാമിഈങ്ങൾക്ക്, ഖുതുബ കേൾക്കുന്നവർക്ക് കൈകൾ ഉയർത്താവുന്നതാണ്. അതല്ലാതെ ഇമാം അവസാനം ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈകൾ ഉയർത്തേണ്ടതില്ല എന്ന സുന്നത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയിട്ടുണ്ടോ അതല്ലെങ്കിൽ കൈകൾ ഉയർത്തിയിട്ടില്ലേ എന്ന് പ്രത്യേകിച്ച് സ്ഥിരപ്പെടാത്തതായ ധാരാളക്കണക്കിന് സന്ദർഭങ്ങളാണ്. അവിടെ ഒരാൾക്ക് കൈകൾ ഉയർത്തൽ അനുവദനീയമായ കാര്യമാണ്. ഒരാൾ കൈകൾ ഉയർത്തിയിട്ടില്ലെങ്കിലും അതിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല. എന്നാൽ പുണ്യകരം അത് കൈകൾ ഉയർത്തൽ തന്നെയാണ് എന്ന് സഹോദരങ്ങളെ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏഴാമത്തെ കാര്യമായി സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹംദ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ആരംഭിക്കുക എന്നുള്ളതാണ്. ഫളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാൻ, സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ യദ്ഉ ഫീ സ്വലാത്തിഹി. ഒരിക്കൽ ഒരു വ്യക്തി ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്, കേൾക്കുകയാണ്. ലം യുമജ്ജിദില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതിന്റെ ആരംഭത്തിൽ പുകഴ്ത്തുന്നില്ല, വാഴ്ത്തുന്നില്ല. വലം യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും അദ്ദേഹം ചൊല്ലിയിട്ടില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, അജില ഹാദ, ഇയാൾ ദുആക്ക് തിരക്ക് കൂട്ടിയിരിക്കുകയാണ്. ഹംദും സലാത്തും ഇല്ലാത്ത ദുആയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുആക്ക് തിരക്ക് കൂട്ടിയതായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ദുആ ചെയ്യുമ്പോൾ ഫൽയബ്ദ ബിതഹ്മീദി റബ്ബിഹി അസ്സ വജല്ല വസ്സനാഇ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തുന്ന ഹംദുകൾ സഹോദരങ്ങളെ അൽഹംദുലില്ലാ എന്നത് മതിയായതാണ്. അതല്ലെങ്കിൽ അതോടൊപ്പം അല്ലാഹുവിനെ പുകഴ്ത്തുന്ന ഒരുപാട് വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിലുടനീളം കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ, അത് അള്ളാഹുവിനെ പുകഴ്ത്തുന്നതായ വാക്കുകൾ അത് നമ്മൾ പറയുക. സുമ്മ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ സ്വലാത്ത് ചൊല്ലി സുമ്മ യദ്ഉ ബഅദു ബിമാ ഷാ, അതിനുശേഷം അവൻ ഉദ്ദേശിക്കുന്ന ദുആ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നാം നേരത്തെ പറഞ്ഞ ബാങ്കിന് ശേഷമുള്ള ദുആ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു തർത്തീബ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്കിലുടനീളം അല്ലാഹുവിനെ പുകഴ്ത്തുന്ന ഷഹാദത്തിന്റെ വാചകങ്ങളുണ്ട്. ബാങ്ക് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുണ്ട്. ഉടനെ ദുആ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സുന്നത്തിലൂടെ നമുക്ക് ദുആ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ അവസാന സമയത്ത് അവസാനത്തെ തശഹുദിന് ശേഷം സലാം വിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാചകങ്ങളാണ് തശഹുദിലുള്ളത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇബ്രാഹിമി സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സുന്നത്ത് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് ഈ സുന്നത്തുകൾ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാലിഹായ ദുആകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറവിയും ആശ്വാസവും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സഹോദരങ്ങളെ രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫാ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين وفي غزة خاصة يا أرحم الراحمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.